ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ പരാജയപ്പെട്ടുവെങ്കിലും വരുന്ന മത്സരങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ നൽകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ലീഗിലെ അതിശക്തരായിട്ടുള്ള ടീമിനെതിരായിട്ടുള്ള ഈ ഒരു തോൽവി ബ്ലാസ്റ്റേഴ്സ് സഹ കളിക്കാരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വലിയ പ്രീ സീസൺ ക്യാമ്പയിനോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ബ്ലാസ്റ്റേഴ്സിന് താരങ്ങൾക്കാണെങ്കിലും ഇത് വലിയൊരു തിരിച്ചറിവാണ്. പുതിയ സ്ക്വാഡ് റീബിൽഡ് ചെയ്തിട്ട് വലിയൊരു ഒപ്പോണൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി മത്സരം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഇന്നത്തെ ആ ഒരു തോൽവി. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ കോച്ചിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള പിഴവുകൾ വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് താരങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ SLKയിൽ നിന്നും നമ്മുടെ എബിൻ ദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇദ്ദേഹത്തെ ഫസ്റ്റ് ISL മത്സരത്തിൽ തന്നെ ഫസ്റ്റ് 11ലേക്ക് കൊണ്ടുവന്നത് പരിശീലകന്റെ വലിയൊരു പിഴവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കറ്റാലയുടെ സ്ട്രാറ്റജിയിലൊക്കെ ഒരുപാട് പിഴവുകൾ വന്നു എന്നതല്ലാതെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാൻ തന്നെ ഒന്നുമില്ല. കൂടാതെ കൃത്യമായിട്ടുള്ളൊരു പ്രീ സീസൺ ക്യാമ്പയിൻ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഈ കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് കാണാനായിട്ടുള്ളത്. നിലവിലെ ISLന്റെയും ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആ ഒരു സാഹചര്യം അനുസരിച്ച് ഇത്രയും വലിയൊരു റീകണക്ഷൻ, ഒരു റീബിൽഡ് നടത്താൻ പറ്റിയിരുന്നെങ്കിൽ വരുന്ന മത്സരങ്ങളിൽ തീർച്ചയായിട്ടും ഇതിലും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രീ സീസൺ ക്യാമ്പയിൻ ഒന്നും കിട്ടാതിരുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇത് അവരുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടിയായിരുന്നു. പുതിയ താരങ്ങൾക്കും പരിശീലകനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കുറപ്പുണ്ട് തീർച്ചയായിട്ടും ഈ ബ്ലാസ്റ്റേഴ്സ് മടങ്ങി വരും. ഇക്കഴിഞ്ഞ മാച്ചിലെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് കോച്ചിന്റെ ആ ഒരു സ്ട്രാറ്റജിയും പ്ലേയിങ് സ്റ്റൈലിലൊക്കെ വരുത്തിയിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ മാത്രമാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിലെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമ്മളുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന 80-90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിലവിൽ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു അടുത്തിടെയായിട്ട് തുടങ്ങിയ ഈ ഒരു സെനിറ്റ്സ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ചാനൽ ചരിത്ര പ്രശസ്തമായിട്ടുള്ള അംഗീകാരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയും കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീഡിയോയിലേക്ക് മടങ്ങി വരാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്രിങ്ക്സ് ബ്രേക്കിലൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് തൻ്റെ സഹകളിക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഫ്രണ്ട് ത്രീയിലെ കണക്ഷൻ കറക്റ്റ് ആക്കുക, എതിരാളികളുടെ ഡിഫെൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ഫൈനൽ തേർഡിലേക്കുള്ള ആ ഒരു കൺവോക്ഷൻ മാത്രം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരിക്കലും പ്രോപ്പർ ആയിരുന്നില്ല. പല സമയങ്ങളിലും ബർത്തോമിയോ പിന്നോട്ട് പിറകിലേക്ക് ഇറങ്ങി വന്നിട്ട് പോലും ഇതിലേക്ക് പന്ത് എത്തുന്നില്ല. ഇത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിനുള്ളിൽ പരിഹരിക്കേണ്ട ഒന്നാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര ആണെങ്കിൽ പോലും നമുക്ക് പോസിറ്റീവ് ഫീൽ തരുന്ന ഒരു ഔട്ട്പുട്ടാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷ ഇല്ല എന്ന് വകവെച്ചിരുന്ന ഒരു താരമായിരുന്നു ഒമർബ. ഇദ്ദേഹത്തിന്റെ സ്ലൈഡിംഗ് ടാക്കിൾസും ടൈംലി ഇന്റർസെപ്ഷനൊക്കെ ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. 1-on-1 ഏരിയൽ സിറ്റുവേഷൻസിൽ ഇദ്ദേഹത്തെ മറികടക്കാൻ എതിരാളികൾ പാടുപെടുന്നതായിട്ട് നമുക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. ഉള്ളതുപോലെ പറയാലോ, എതിരാളികളെ ഷീൽഡ് ചെയ്ത് കളിച്ചിരുന്നത് തീർച്ചയായിട്ടും ഉമർബ എന്ന് പറയുന്ന ഇതേ താരം തന്നെയാണ്. ഗോള് വഴങ്ങിയെന്ന് ഓർക്കുമ്പോൾ ഓക്കെ നിരാശരാണ്, പക്ഷേ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് വൈസ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇനി അടുത്ത താരത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ പ്രതിഫലിക്കണം എന്നറിയാൻ പാടില്ല. അത്രയധികം മാരക പെർഫോമൻസ് ആണ് ഇദ്ദേഹം ടീമിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇങ്ങനെ പേസ് എടുത്ത് റണ്ണിങ് കേപ്പബിൾ, ഒരു റണ്ണിങ് സ്റ്റീരിയോ എന്ന് പറയാം ഇദ്ദേഹത്തെ. ഞാൻ പറയുന്നത് കെവിൻ യോക്കയെ കുറിച്ചാണ്. രണ്ടാം പകുതിയുടെയും പകുതി വെച്ചിട്ടാണ് ഇദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഫാർ ബെറ്റർ പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കുമായിരുന്നു. ആദ്യ പകുതിയിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫൈനൽ തേർഡിലേക്കുള്ള ഡൈവേർഷൻ ഇല്ല. മധ്യനിരയിലാണെങ്കിലും ഒരുപാട് മിസ് പാസുകളും. പക്ഷേ ഈ മുതൽ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഭൂരിഭാഗം അറ്റാക്കിങ്ങിലും കൂടുതലും മുനയൊടിച്ചിട്ടുള്ള താരം അത് ഈ പറഞ്ഞ കെവിൻ യോക്കെ തന്നെയായിരുന്നു. 1-on-1 സിറ്റുവേഷൻസിലൊക്കെ പന്തും എടുത്ത അദ്ദേഹത്തിന്റെ ആ ഒരു പേസ് ഉപയോഗിച്ച് ബോക്സിനകത്ത് എന്നിട്ട് എത്ര ക്രോസുകളാണ് ഉള്ളിലേക്ക് ഇട്ട് തന്നിട്ടുള്ളതെന്ന് അറിയോ. പക്ഷെ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ അതൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെയുള്ള ഒരു വിഷമം. എന്തായാലും ഫീൽഡിൽ ഇദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാവും.
പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തൊരു മത്സരം എഗെയിൻസ്റ്റ് മുംബൈ സിറ്റിക്കെതിരെയായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ആദ്യ ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു താരം അത് തീർച്ചയായിട്ടും കെവിൻ യോക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന്റെ താരമായിട്ടുള്ള ബെർത്തോമിയോ പരിക്കിന്റെ ഒരു സൂചന കാണിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് കെവിൻ യോക്കെയാണ്. എന്തായാലും കെവിൻ യോക്കെ അടുത്തൊരു മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സത്യം പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ഈ ഒരു തോൽവി നമ്മൾ എടുക്കേണ്ട ആവശ്യമല്ല. കാരണം ഇതുവരെ കണ്ട പോലത്തെ ഒരു സീസൺ അല്ല ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഒരു വിഷമമുള്ളൊരു കാര്യം, ഒരു ഷോർട്ട് പീരീഡ് ആണ്. എല്ലാം കൂടി ഒരു 10-12 മത്സരങ്ങൾ മാത്രമേ ഒരു ടീമിന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ഒരു മത്സരം കയ്യിൽ നിന്ന് പോയി. ഇതിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് സെറ്റ് ആവേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് റെലഗേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഐ ലീഗിലേക്ക് റെലഗേറ്റ് ആയി പോകുമോ എന്നുള്ളൊരു പേടി കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ടയർ ലീഗിൽ നിന്നും സെക്കൻഡ് ടയറിലേക്ക് പോകുമ്പോൾ അത് ആരാധകർക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്. ഇനിയിപ്പോൾ കപ്പടിച്ചില്ലെങ്കിലും ഫസ്റ്റ് ടയറിൽ നിന്നും സെക്കൻഡ് ടയറിലേക്ക് റെലഗേറ്റ് ആയി പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇന്ന് ആരാധകർക്കുള്ളൂ. ഏതൊരു മേഖലകളിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പെർഫോമൻസ് വൈസ് ടീം ഓക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നതിലുപരി ഇൻ ദി ഫീൽഡ് ആ ഒരു ഗെയിമിന് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു 2 സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. മധ്യനിരയിൽ യാതൊന്നും കാണാതിരുന്ന ബ്ലാസ്റ്റേഴ്സിൽ അവസാനം ഒടുവിൽ എന്തെങ്കിലുമൊക്കെ കണ്ടത് മാർലോൺ റൂസിന്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ഓക്കെ, ഇനി മാർലോൺ റൂസിനെ കുറിച്ച് പറയാം. ഇദ്ദേഹവും അത്യാവശ്യം നല്ലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് മധ്യനിരയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിസ് പാസുകൾ വരുത്തിക്കൊണ്ടിരുന്ന ഒരു പ്രതിരോധ അല്ലെങ്കിൽ മധ്യനിരയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മാർലോൺ റൂസ് എന്ന് പറയുന്ന ഈ ഒരു താരം വന്നതോടുകൂടി തന്നെ അതിനൊക്കെ ഒരു ശമനം വന്നിരിക്കുകയാണ്. മാർലോൺ റൂസും കെവിൻ യോക്കെയും തമ്മിൽ മികച്ചൊരു ബോണ്ടിങ്, നല്ലൊരു കെമിസ്ട്രി ഇവർ തമ്മിൽ കാണാൻ പറ്റി. അതായത് മധ്യനിരയിൽ വിങ്ങിലേക്ക് പന്ത് സ്വിച്ച് ഓവർ ചെയ്തിട്ട് പാസ് കൊടുക്കുകയും പിന്നെ തിരിച്ചിങ്ങോട്ട് പന്ത് വാങ്ങി വീണ്ടും കെവിൻ യോക്കയിലേക്ക് തന്നെ പന്ത് കൊടുത്ത് മികച്ചൊരു വിങ്ങിലൂടെ ആക്രമണങ്ങൾ നമുക്ക് മാർലോൺ റൂസ് വഴി കെവിൻ യോക്കയ്ക്ക് ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് പലതവണയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലേയിൽ ആകെ കൂടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന 2 കളിക്കാർ അത് ഈ മാർലോൺ റൂസും കെവിൻ യോക്കെയും മാത്രമായിരുന്നു. ടാക്ടിക്കൽ വൈസ് ഭയങ്കരമായിട്ട് താഴെപ്പെട്ടു പോയ ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു മത്സരം എനിക്ക് തോന്നുന്നു 22-ാം തീയതി എഗെയിൻസ്റ്റ് മുംബൈ സിറ്റിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്തൊരു മത്സരത്തിൽ കളത്തിനിറങ്ങാനുള്ളത്. അതിന് മുൻപ് തന്നെ ഒരുപാട് പിഴവുകളും പോരായ്മകളൊക്കെ ബ്ലാസ്റ്റേഴ്സൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കണം അടുത്തൊരു മത്സരത്തിൽ ഇറങ്ങേണ്ടത്. മാത്രമല്ല കഴിഞ്ഞൊരു മത്സരത്തിൽ കാഴ്ചവെച്ച അതേ ഒരു കൺസ്റ്റന്റ് പെർഫോമൻസ് തന്നെ പ്ലെയേഴ്സിൽ നിന്നും ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ലീഗാണ് എന്നതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഫൗളുകളൊന്നും കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഭിഭാജ്യ ഘടകം. തീർച്ചയായിട്ടും ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു ലീഗിലെ മികച്ചൊരു ലെവലിലേക്ക് നമുക്ക് ടീമിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇനിയും ഈ കഴിഞ്ഞ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. മാത്രമല്ല അടുത്ത മത്സരത്തിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്ക് അനാലിസിസും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യണം. സോ അപ്പോൾ എന്തായാലും നിലവിലെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു ദിവസം ഇതിൽ നല്ല എപ്പിസോഡുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.